ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജനുവരി 4 ഇന്നത്തെ വിശുദ്ധരിൽ നാം ഓർക്കുന്ന ഒരു വിശുദ്ധയുണ്ട്. എലിസബത്ത് ആൻ ബെയ്ലി സേറ്റോൻ. 1774 ഓഗസ്റ്റ് 28 അവർ ജനിച്ചത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ന്യൂയോർക്കിൽ ജനിച്ചതാണ്. അന്ന് അവരുടെ ഒറിജിനൽ പേര് എലിസബത്ത് ആൻ ബെയ്ലി എന്നായിരുന്നു. ഒരു എപ്പിസ്കോപ്പേലിയൻ ഫാമിലിയിലാണ്, കുടുംബത്തിലാണ് അവർ ജനിച്ചത്. എപ്പിസ്കോപ്പേലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിൽ ആംഗ്ലിക്കൻ സഭയുണ്ടല്ലോ, ഒരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗം എന്ന് പറയും, എന്നാൽ കത്തോലിക്കരോടാണ് കൂടുതൽ ചായ്വ്. അതിൻ്റെ ഒരു അമേരിക്കയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഈ ആംഗ്ലിക്കൻ സഭയുടെ ഒരു വകഭേദം എന്ന് പറയാം. പ്രൊട്ടസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാലും കാത്തലിക്കാണ്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗം എന്നാണ് അറിയപ്പെടുന്നത്. മാർപ്പാപ്പയെ അംഗീകരിക്കാത്തതുകൊണ്ട്. പക്ഷേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലിറ്റർജിയൊക്കെ ആംഗ്ലിക്കൻ സഭയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട്, അതിന് പൊരുത്തപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് കൂടുതലും കാത്തലിക്കാണ്, കത്തോലിക്കരുടേതാണ്. ഇവരുടെ അപ്പൻ്റെ പേര് ഡോക്ടർ റിച്ചാർഡ് ബെയ്ലി എന്നായിരുന്നു. എലിസബത്ത് ആൻ ബെയ്ലി എന്നായിരുന്നു പേര്. 3 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. അത് കഴിഞ്ഞിട്ട് 1 വർഷം കൂടി കഴിഞ്ഞപ്പോൾ അവരുടെ സഹോദരി മരിച്ചു. 1794 എലിസബത്ത് 19 വയസ്സുള്ളപ്പോൾ ഒരു വളരെ പണക്കാരനായ വ്യാപാരിയെ കല്യാണം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു വില്യം മാഗി സേറ്റോൻ. അങ്ങനെയാണ് ഈ എലിസബത്ത് ആൻ ബെയ്ലി സേറ്റോൻ എന്ന പേര് വന്നത്. 5 മക്കളുണ്ടായി അവർക്ക്, ഈ വില്യം എലിസബത്ത് ദമ്പതികൾക്ക്. ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ ഈ മക്കളൊക്കെ 5 കുട്ടികൾ ജനിച്ചപ്പോൾ ഏതാണ്ട് 10 വർഷം കഴിഞ്ഞപ്പോൾ ഈ വില്യംസിൻ്റെ ബിസിനസ് എല്ലാം തകർന്നു. അങ്ങനെ അദ്ദേഹം വല്ലാതെ ഡിപ്രഷനൊക്കെ ആയി. പതുക്കെ അത് ട്യൂബർക്കുലോസ് ആയി ഇയാൾ മരിച്ചു. അപ്പോൾ എലിസബത്ത് ഒരു വിധവയായി, പറക്കം പറ്റാത്ത 5 കുട്ടികളുടെ അമ്മ. അപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത വേദനയിലിരിക്കുകയാണ്. ഭർത്താവ് മരിച്ചു, 3 വയസ്സുള്ള അമ്മ മരിച്ചു, 1 കൊല്ലപ്പോൾ സഹോദരി മരിച്ചു. കല്യാണം കഴിഞ്ഞ 5 പിള്ളേരായപ്പോഴേക്കും ഭർത്താവ് മരിച്ചു. ഈ പിള്ളേരൊന്നും വലുതായിട്ടില്ല, പറക്കം പറ്റി ആയിട്ടില്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഈ എലിസബത്തിന് പണ്ട് മുതലേ ഒരു ചിന്തയുണ്ടായിരുന്നു, കത്തോലിക്ക സഭയിൽ പോകണം, കത്തോലിക്ക സഭയിൽ ചേരണം. കാരണം ഈ വിശുദ്ധ കുർബാന എന്നുള്ള പറയുന്ന ആ മഹത്തായ രഹസ്യം അത് കത്തോലിക്ക സഭയിൽ ഉള്ളൂ. അതുകൊണ്ട് ആ മഹത്തായ രഹസ്യം അതെനിക്ക് അനുഭവിക്കണം എന്നുള്ള ഒരു വല്ലാത്ത ഒരു മോഹം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഈ എപ്പിസ്കോപ്പൽ സഭയിലാണ് ജനിച്ചതെങ്കിലും. അങ്ങനെ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, ഈ ദുരന്തങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവൾ കത്തോലിക്ക സഭയിൽ ചേർന്നു. 1805 മാർച്ച് 14 അത്. അപ്പോൾ അവരുടെ ഈ എപ്പിസ്കോപ്പലിയൻ കുടുംബം ഒക്കെ അവളെ ഒറ്റപ്പെടുത്തി. അവളത് കാര്യമാക്കിയില്ല. കുടുംബത്തെ, ഈ കുട്ടികളെ നോക്കണം, പിന്നെ അവർക്ക് നല്ല വിദ്യാഭ്യാസം വേണം. അപ്പോൾ അവൾ ഒരു ചെറിയൊരു സ്കൂൾ തുടങ്ങി. ഒരു സ്കൂള് ബോസ്റ്റണിലാണ് ആ സ്കൂൾ തുടങ്ങിയത്, ഒരു പ്രൈവറ്റ് സ്കൂള്. പക്ഷേ പതുക്കെ അത് ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റി, ഒരു മതാത്മക സമുദായത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അവൾ വിജയിച്ചു. അങ്ങനെ അവിടുത്തെ ആർച്ച് ബിഷപ്പ് ഈ ബാൾട്ടിമോറിലെ കത്തോലിക്ക സ്കൂൾ തുടങ്ങാൻ, പെൺകുട്ടികൾക്ക് വേണ്ടി കത്തോലിക്ക സ്കൂൾ തുടങ്ങാനായിട്ട് അവിടുത്തെ ആർച്ച് ബിഷപ്പ് വിളിച്ചു. അങ്ങനെ ആദ്യമായിട്ട്, അതായത് നമ്മുടെ നാട്ടിൽ പള്ളിക്കൂടം ചാവറച്ചിനൊക്കെ തുടങ്ങി. പക്ഷെ അവിടെ അത് ആരംഭിക്കുന്നത് 1800കളിൽ ഈ പരോക്കിയൽ സിസ്റ്റം, അതായത് നമ്മൾ ഈ പാരിഷ് എന്ന് പറയല്ലോ, പള്ളിക്ക് ഒരു പള്ളിക്കൂടം പോലെ അവർ പരോക്കിയൽ സ്കൂൾ, ഇടവക പള്ളിക്കൊരു സ്കൂള്, അത് ആ കാഴ്ചപ്പാട് ഉണ്ടായതും തുടങ്ങിയതും ഈ പെണ്ണാണ്, ഈ എലിസബത്താണ്. അങ്ങനെ അമേരിക്കയിലെ ആദ്യത്തെ പരോക്കിയൽ സിസ്റ്റം, പള്ളിക്കൊരു പള്ളിക്കൂടം എന്നുള്ള തുടങ്ങിയത് നമ്മുടെ നാട്ടിൽ ചാവറച്ചൻ തുടങ്ങിയതുപോലെ അവിടെ അത് തുടങ്ങിയത് ഈ എലിസബത്താണ്. 1807 എൻ്റെ ഓർമ്മ, 1807. അതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ചാവറച്ചൻ നമ്മുടെ നാട്ടിൽ തുടങ്ങിയ കാര്യം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ സ്കൂളുകളും പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് അവരൊരു സന്യാസ സമൂഹം തുടങ്ങി. 1809 സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്ന പേരിലാണ് അന്നത് തുടങ്ങിയത്. അന്ന് അമേരിക്കയിലെ ആദ്യത്തെ
തദ്ദേശീയ സന്യാസ സമൂഹമായിരുന്നു ഈ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി. അവർ 1821 ജനുവരി 4 തീയതിയാണ് മരിച്ചത്. അവരും ഈ എലിസബത്തും ട്യൂബർക്കുലോസ് വന്നാണ് മരിച്ചത്. അമേരിക്കയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ നവോത്ഥാനം, അതുപോലെ തന്നെ ഈ കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചു വരിക, പിന്നെ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം, പള്ളിക്ക് പള്ളിക്കൂടം, ഇങ്ങനെയുള്ള ഒരുപാട് സങ്കല്പങ്ങൾ കൊടുത്ത ഒരു വലിയ സ്ത്രീയാണ് എലിസബത്ത് ആൻ ബെയ്ലി സേറ്റോൺ. അതുകൊണ്ട് അമേരിക്കക്കാർ വലിയ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ്. നമുക്കും വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു സ്ത്രീയാണ് ഈ എലിസബത്ത് ആൻ ബെയ്ലി സേറ്റോൺ. നമുക്ക് അങ്ങനെ ആയിരിക്കട്ടെ. നമുക്കും ഇതുപോലെ കർത്താവിന് വേണ്ടി മഹാത്ഭുതങ്ങൾ, കർത്താവിന് വേണ്ടി ചില സ്വപ്നങ്ങൾ ഉണ്ടാകുക, ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്തു തരും. എനിക്ക് കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊരു മോഹം വരുമ്പോൾ നമ്മുടെ ഈ സഹനങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും പ്രതിസന്ധികളും ദുരന്തങ്ങളും ഒക്കെ കർത്താവിന് വേണ്ടിയുള്ള സ്വപ്നങ്ങളെ രൂപാന്തരപ്പെടുത്താനുള്ള കൃപ കർത്താവ് നൽകും. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ കൃപയും അതിന് സഹകരിക്കും നമ്മളും അങ്ങനെ ഒരൊറ്റ പാതയിൽ കൃപയും നമ്മളും ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന അവസ്ഥയുണ്ടാകും. അതാണ് വിശുദ്ധി. അങ്ങനെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.